ഈ ഓണത്തിന് ഇങ്ങനെ ഒരു അവിയൽ തയ്യാറാക്കിയാലോ? സൂപ്പറാണ് കേട്ടോ. നല്ല ഫ്രഷ് പച്ചക്കറിയും തേങ്ങയും തൈരും എല്ലാം ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഈ കറി വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ അവിയൽ സാധാരണ അവിയലിൽ നിന്ന് ഒരല്പം വ്യത്യാസമുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തോന്നി എനിക്ക്. ആവശ്യമുള്ള പച്ചക്കറികൾ കഴുകിയെടുത്ത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ. സാധാരണ അവിയൽ പോലെ തന്നെ കേട്ടോ. അധികം കുഴഞ്ഞു പോകുന്ന കുമ്പളങ്ങ വെള്ളരിക്കൊക്കെ ഇല്ലേ, അതൊക്കെ ഞാനൊരല്പം മാത്രമേ എടുത്തിട്ടുള്ളൂ. മുരിങ്ങക്കായൊക്കെ ഒന്ന് നെടുകെ കീറിയിട്ടു. ഒരുമിച്ച് തന്നെയാണ് ഈ പച്ചക്കറികൾ വേവിച്ചെടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പച്ചക്കറികളെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് പച്ചക്കറികൾ നമുക്കൊരു ചട്ടിയിലോ കടായിലോ എന്തിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ചേനയും പയറും ക്യാരറ്റും പിന്നെ ഒരല്പം കുമ്പളങ്ങയും മുരിങ്ങക്കായൊക്കെ നന്നെടുകെ കീറിയിട്ടു. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്തിരിക്കണം. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി ഇതിലേക്ക് ചേർക്കണില്ല. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് തന്നെ ചേർത്തിരിക്കണം കേട്ടോ. ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർത്തു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർക്കുന്നില്ല. വെള്ള അവിയൽ തന്നെയാണ് പേര് അല്ലേ. ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പി കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കി നോക്കിയത്. പാലക്കാടും ഇതേപോലെ വെള്ള അവിയൽ തയ്യാറാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. വെന്ത് കുഴഞ്ഞു പോവാത്ത പച്ചക്കറികളെല്ലാം അതേപോലെ കിടക്കുന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇനി പാകത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഒഴിക്കേണ്ടതായിരുന്നു. ഉരുക്കി ഒഴിച്ചു കൊടുത്തത് ആ കട്ടയായിരിക്കുമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കിത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഉപ്പും ഒക്കെ പിടിക്കട്ടെ, വെളിച്ചെണ്ണ എല്ലാം നന്നായിട്ട് പിടിക്കട്ടെ കേട്ടോ. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം. ഇനി നമുക്കിതൊന്ന് തട്ടി പൊത്തിയിട്ട് ഒന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാനിത് വേവിച്ചെടുക്കണുള്ളൂ കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയില ഇതേപോലെ വെച്ചു. ഇതൊക്കെ ഓപ്ഷണലാണ്, പക്ഷേ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വാഴയിലയൊക്കെ വെച്ചിട്ടുള്ളത്. ചട്ടിയിൽ ഇതൊക്കെ കിടന്ന് വേവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. ഒരു 5-10 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ കഷ്ണങ്ങൾ. എന്നിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇതേപോലെ വാഴയിലൊക്കെ അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. കഷ്ണങ്ങൾ വേവുന്ന സമയത്ത് അരപ്പിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും ഇതും കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴേക്കും ഒക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചട്ടിയിലായതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. കഷ്ണങ്ങളൊന്നും വെന്തിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചും കൂടി ഒന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചതല്ലേ. വീണ്ടും ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു സമയമൊക്കെ നമ്മൾ കൊടുക്കണം, എന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ള അവിയൽ കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഏകദേശം കുറച്ചുകൂടിയേ വേവാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട് കഷ്ണങ്ങൾ. ഞാനിതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത അരപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്നും അരപ്പൊക്കെ ഒന്നും പിടിച്ച് വരട്ടെ. വെളിച്ചെണ്ണയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ തിളയ്ക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ. വീണ്ടും നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് ഫ്രഷായിട്ടുള്ള കറിവേപ്പില വീണ്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ചും കൂടി വെള്ളമൊക്കെ വറ്റി വരാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെന്ത് കുഴയണം എന്നുള്ളവർക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വെന്തു. പച്ചക്കറി ഉടഞ്ഞിട്ടില്ല, എന്നാൽ എല്ലാ പച്ചക്കറിയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഞാനിതിലേക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുത്തേ കേട്ടോ. പുളി കൂടുതൽ വേണ്ടവർക്ക് കൂടുതലുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പാകത്തിന് പുളിയുള്ള തൈരാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, ഒരല്പം വെള്ളമുണ്ട്, എന്നാലും ഇത്തിരി കുഴഞ്ഞിട്ടേ ഉള്ളൂ. കൂടുതൽ വെള്ളം പോലെ ഒന്നും ആയിട്ടില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ചട്ടി ചൂടായതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഇനി ഒരല്പം ഫ്രഷായിട്ടുള്ള കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് താളിക്കേണ്ടതൊന്നും ആവശ്യമില്ല, സാധാരണ അവിയൽ പോലെ തന്നെയാണ്.
സൂപ്പറാണ്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കുമോ.